നടന്നു നീങ്ങണം, പറന്നുയരണം, സത്യം നമ്മെ സ്വതന്ത്രമാക്കണം. സഭയെന്നും വളരണം, വചനമൊഴുകണം, ലോകമെന്നും ശാന്തി പകരണം. രക്തമൊഴുക്കി അവൻ വളർത്തിയ തിരുസഭ വീണ്ടും വളർന്നുയരണം. നടന്നു നീങ്ങണം, പറന്നുയരണം, സത്യം നമ്മെ സ്വതന്ത്രമാക്കണം. നടന്നു നീങ്ങണം, ഏറ്റെടുക്കണം നിറമണിഞ്ഞ ഈ കാലടിപ്പാടുകൾ. പറന്നുയരണം, വിജയിയാകണം, രക്തസാക്ഷിത്വം ഹൃദയവരിക്കണം. രക്തമൊഴുക്കി അവൻ വളർത്തിയ തിരുസഭ വീണ്ടും വളർന്നുയരണം. രക്തമൊഴുക്കി അവൻ വളർത്തിയ തിരുസഭ വീണ്ടും വളർന്നുയരണം. തിരുസഭ വീണ്ടും വളർന്നുയരണം. നിണമണിഞ്ഞ കാൽപ്പാടുകൾ എന്ന പ്രോഗ്രാമിലേക്ക് ശാലോം പ്രേക്ഷകർക്കെല്ലാം സ്വാഗതം. വിശുദ്ധ പത്രോസ് അപ്പസ്തോലനെ ഏറ്റവും നമുക്ക് പരിചയമുള്ള ആളാണ്. പത്രോസ് അപ്പസ്തോലനോടുകൂടി ചേർന്ന് പോകുന്നതാണ് വിശുദ്ധ പൗലോസ്. ഇവർ രണ്ടുപേരെയും ഒരേ ദിവസം തന്നെയാണ്. അവരുടെ തിരുനാൾ എന്നാണെന്ന് ഓർക്കുന്നുണ്ടോ? അവരുടെ തിരുനാൾ ജൂൺ 29. അപ്പോൾ ജൂൺ 29 വിശുദ്ധരുടെ രണ്ടുപേരുടെയും പത്രോസ് പൗലോസ് സ്ലീഹന്മാരുടെ തിരുനാൾ. ജൂൺ 29 ഈ തിരുനാൾ സഭയിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. സഭയിലെ ഏറ്റവും പ്രമുഖനായ അപ്പസ്തോലന്മാരിൽ പ്രമുഖനായിരുന്നു വിശുദ്ധ പത്രോസ്. പത്രോസിൻ്റെ രക്തസാക്ഷിത്വം ഏറ്റവും വിലയേറിയതും നിർണായകവുമായിരുന്നു സഭയുടെ വളർച്ചയ്ക്കെന്ന് ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതിലേക്ക് നമുക്ക് പ്രവേശിക്കാം. തൻ്റെ പരസ്യ ജീവിതാരംഭത്തിൽ ക്രിസ്തു തിരഞ്ഞെടുത്ത 12 ശിഷ്യന്മാരിൽ പ്രഥമ വ്യക്തിത്വമാണ് പത്രോസ് എന്ന് വിളിക്കപ്പെട്ട യോനായുടെ പുത്രൻ ശിമയോൻ. വിവിധ സുവിശേഷങ്ങളിലും പിന്നീട് ആദിമസഭയുടെ ചരിത്രത്തിലും സ്ഥിരം സാന്നിധ്യവും നിർണായകമായ ഇടപെടലുകൾ കൊണ്ട് ശ്രദ്ധേയനുമാണ് വിശുദ്ധ പത്രോസ്. മത്സ്യബന്ധനത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരുന്ന പത്രോസിനെയും സഹോദരൻ അന്ത്രയോസിനെയും മനുഷ്യരെ പിടിക്കുന്നവരാക്കും എന്ന വാഗ്ദാനം നൽകിക്കൊണ്ടാണ് ഈശോ തൻ്റെ ശിഷ്യഗണത്തിലേക്ക് സ്വാഗതം ചെയ്തത്. തൽക്ഷണം അവർ വലകൾ ഉപേക്ഷിച്ച് അവനെ അനുഗമിച്ചു എന്ന് വചനം പറയുന്നു. ഗ്രിഗറി 1 പാപ്പ അപ്പസ്തോലന്മാരുടെ രാജകുമാരൻ എന്ന് വിശുദ്ധ പത്രോസിനെ വിശേഷിപ്പിക്കുന്നു. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൻ്റെ 16 അധ്യായത്തിൽ പത്രോസ് ലീഹായ്ക്ക് ക്രിസ്തു പ്രത്യേകമായ അധികാരം നൽകുന്നതായി നാം കാണുന്നു. അവിടുന്ന് പറയുന്നു, നീ പത്രോസാണ്, ഈ പാറമേൽ എൻ്റെ സഭ ഞാൻ സ്ഥാപിക്കും, നഗരകവാടങ്ങൾ അതിനെതിരെ പ്രബലപ്പെടുകയില്ല. സ്വർഗരാജ്യത്തിൻ്റെ താക്കോലുകൾ നിനക്ക് ഞാൻ തരും. നീ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും, നീ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിലും അഴിക്കപ്പെട്ടിരിക്കും. സഭയുടെ പാരമ്പര്യമനുസരിച്ച് ആദ്യ മാർപ്പാപ്പയാണ് വിശുദ്ധ പത്രോസ്. പൗരസ്ത്യ സഭാപാരമ്പര്യമനുസരിച്ച് ആദ്യത്തെ അന്ത്യോക്യൻ പാത്രിയർക്കീസും പത്രോസ് ലീഹയാണ്. പിതാവേ, ഈശോയുടെ ജീവിതത്തിൽ പത്രോസ് ലീഹായ്ക്കുള്ള സ്ഥാനം എന്താണ്? ഈശോ പത്രോസ് ലീഹായെ വിളിക്കുന്നത് എവിടെ നിന്നാണെന്ന് നമുക്കറിയാം. കടൽ തീരത്ത് നിന്ന്. മീൻ പിടിക്കുന്ന ജോലിയായിരുന്നു എന്ന് മനസ്സിലാക്കുവാൻ കഴിയും. ശെമിയോൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ശെമിയോൻ, നീ കേപ്പയാകുന്നു, നീ പാറയാകുന്നു എന്നുള്ള പ്രസ്താവനകളെല്ലാം നമുക്ക് വളരെ സുപരിചിതമാണല്ലോ. പത്രോസ് ലീഹ സഹോദരനാണ് അന്ത്രയോസ്.
അന്ത്രയോസിന് ആ പ്രത്യേകത ആത്മീയത ഉണ്ടായിരുന്നുവെന്ന് അദ്ദേഹത്തിനെ കുറിച്ച് വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ എഴുതിയിരിക്കുന്നതെന്ന് മനസ്സിലാക്കുവാൻ കഴിയും. ഒരുപക്ഷെ വിശുദ്ധ അന്ത്രയോസാണ് സഹോദരൻ ശെമിയോനെ യേശുവിനെ പരിചയപ്പെടുത്തി കൊടുക്കുന്നത്. ഇങ്ങനെ ഒരാളെ കണ്ടു എന്നില്ല. സുവിശേഷങ്ങളിൽ വ്യത്യസ്തമായ രീതിയിലാണെങ്കിലും മീൻ പിടിക്കുന്ന ജോലിയായിരുന്നു ഇവർക്ക് എന്ന് നമുക്ക് അനുമാനിക്കാം. പത്രോസിൽ ഗലീലിയ പ്രദേശത്തു നിന്നുള്ള വ്യക്തിയായിരുന്നു, മീൻപിടുത്ത തൊഴിലായിരുന്നു. യേശു തൻ്റെ ശുശ്രൂഷയ്ക്കായിട്ട് വിളിക്കുന്നത് ഈ മീൻപിടുത്തക്കാരെയാണ്, അപ്പസ്തോലന്മാരായിട്ട്. അതിൽ പത്രോസ് ലീഹായിക്ക് പാറയാണ്, കേപ്പയാണ്, സഭയുടെ തലവനാണ്. പത്രോസ് ലീഹായിക്ക് പ്രത്യേകമായ സ്ഥാനം ഈശോ നൽകിയിരുന്നുവെന്ന് സുവിശേഷത്തിൽ ആദ്യം മുതൽ അവസാനം വരെയും തുടർന്നുള്ള കാലഘട്ടങ്ങളിലും നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. എന്തുകൊണ്ട് പത്രോസ് ലീഹായിക്ക് ഒന്നാം സ്ഥാനം നൽകി? ആ ചോദ്യത്തിൻ്റെ ഒരു ഉത്തരം നമുക്കില്ല. അത് ദൈവത്തിൻ്റെ ഇഷ്ടം. അങ്ങനെയല്ലേ? ദൈവം ഇഷ്ടമുള്ളവരെയല്ലേ വിളിക്കുകയും സ്ഥാനമാനങ്ങൾ നൽകുകയും എല്ലാം ചെയ്യുന്നത്. അത് ദൈവത്തിൻ്റെ ഇഷ്ടം. നമുക്കത് വിശകലനം ചെയ്യാനും മനസ്സിലാക്കുവാനും സാധിക്കുകയില്ല. എന്നാൽ സുവിശേഷത്തിൽ മറ്റേത് അപ്പസ്തോലനേക്കാളും നിറഞ്ഞു നിൽക്കുന്നത് പത്രോസ് ലീഹായാണ്. അതിൽ നിന്നും എപ്പോഴും പത്രോസ് ലീഹ ഈശോയോട് ചേർന്ന് നിന്ന ശിഷ്യനാണെന്ന് മനസ്സിലാക്കാം. അതിൽ ഒരുപക്ഷെ പ്രായം കൂടിയത് കൊണ്ടായിരിക്കാം, മറ്റെന്തെങ്കിലും കാരണം കൊണ്ടായിരിക്കാം, പ്രവർത്തന ശൈലി കൊണ്ടായിരിക്കാം, ഈശോയോടുള്ള അടുപ്പം കൊണ്ടായിരിക്കാം, ആത്മീയ ജീവിതം കൊണ്ടായിരിക്കാം. അപ്പസ്തോലന്മാരെല്ലാവരും ഈശോയും പ്രാധാന്യത്തോടു കൂടി അപ്പസ്തോലനെ സ്വീകരിക്കുന്നുണ്ട് ആ സമൂഹത്തിലേക്ക്. സുവിശേഷങ്ങളിലുടനീളം അപ്പസ്തോലൻ പ്രധാന സ്ഥാനം വഹിക്കുന്നുണ്ട്. എപ്പോഴും ഉള്ള ത്രിമൂർത്തികളിൽ പ്രധാന സ്ഥാനം അപ്പസ്തോലനായിരുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ടത് നമുക്ക് കാണുവാൻ സാധിക്കും. എന്തുകൊണ്ട് പത്രോസ് അപ്പസ്തോലൻ ആ സ്ഥാനം കിട്ടി എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം 16 മുതലുള്ള സംഭവങ്ങളാണ്. കേസറിയ ഫിലിപ്പി പ്രദേശത്തെ സംഭവം. ആ സംഭവത്തിൽ ഈശോ അപ്പസ്തോലന്മാരോട് ചോദിക്കുന്നുണ്ട്, ഈ ആളുകളൊക്കെ എന്നെക്കുറിച്ച് എന്ത് പറയുന്നു? അപ്പോൾ അവർ ഓരോ ഉത്തരം പറയുന്നുണ്ട്. എന്നാൽ പത്രോസ് ലീഹ അപ്പസ്തോലന്മാരോട് ചോദിക്കുന്നുണ്ട്, ആളുകൾ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടല്ലോ, നിങ്ങളുടെ അഭിപ്രായം എന്താണ്? പത്രോസ് ലീഹ നൽകിയ ഉത്തരം അത് നിങ്ങൾക്ക് അറിയാമല്ലോ. എന്താണത്? നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാകുന്നു. ഉടനെ ഈശോ അതിന് നൽകുന്ന മറുപടി എന്താണ്? യോനായുടെ പുത്രനായ ശെമിയോനെ നീ ഭാഗ്യവാൻ. മാംസ രക്തങ്ങളല്ല, സ്വർഗത്തിലുള്ള എൻ്റെ പിതാവാണ് നിനക്കിത് വെളിപ്പെടുത്തി തന്നത്. വെളിപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ മറഞ്ഞിരിക്കുന്നതല്ലേ? അപ്പോൾ ക്രിസ്തു മറഞ്ഞിരിക്കുന്നതാണ്. ക്രിസ്തു രഹസ്യമാണ്, മറഞ്ഞിരിക്കുന്നത് രഹസ്യമല്ലേ? അപ്പോൾ ക്രിസ്തുവിനെ വെളിപ്പെടുത്തി കൊടുക്കുന്നത് പിതാവായ ദൈവമാണ്. അത് ആർക്കാണ് വെളിപ്പെടുത്തി കൊടുത്തത്? പത്രോസ് ലീഹായിക്ക്, മറ്റപ്പസ്തോലന്മാർക്കൊന്നുമല്ല. അത് മാത്രം മതി അപ്പസ്തോലന് ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനം ലഭിക്കുന്നതിന് വേണ്ടി. അങ്ങനെയുള്ള ഒരാഴമായ ആത്മീയത ദൈവം അപ്പസ്തോലന് കൊടുത്തിരുന്നു. അതുകൊണ്ട് തന്നെ ആ പ്രാധാന്യം മനസ്സിലാക്കാം. പിന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് താബോർ മലയുടെ മുകളിലാണ്. താബോർ മലയിൽ വെച്ച് എന്താണ് സംഭവിച്ചത് എന്ന് നമുക്കറിയാം. ഈശോ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെടുകയാണ്. അവിടെ ത്രിത്വത്തിൻ്റെ വെളിപ്പെടുത്തൽ അവിടെ ലഭിക്കുകയാണ് ചെയ്യുന്നത്. വിശുദ്ധരുടെ കൂട്ടായ്മ മനസ്സിലാക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ പത്രോസ് ലീഹ ഉടൻ തന്നെ അവരോട് പറയുന്നുണ്ട്. എന്താണ് പറഞ്ഞത്? താബോർ മലയുടെ മുകളിൽ വെച്ച് പത്രോസ് ലീഹ, ഇവിടെ ആയിരിക്കുന്നത് നല്ലതാകുന്നു, നമുക്ക് 3 കൂടാരങ്ങളൊന്നുണ്ടാക്കാം. ഒന്ന് നിനക്ക്, ഒന്ന് ഏലിയായിക്ക്, ഒന്ന് മോശയ്ക്ക്. 3 കൂടാരങ്ങളുണ്ടാക്കാം. എന്തൊരു സമർപ്പണമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അത് ഉടനീളം എല്ലാ സമയത്തും കാണാം ആ തീഷ്ണതയോടുകൂടി പ്രവർത്തിക്കുന്നത്. യേശുവിനെ പിടിച്ചു ബന്ധിച്ചു എന്ന് മനസ്സിലാക്കുമ്പോൾ ആക്രമണത്തിന് മുതിരുന്നത് ഒരാളേ ഉള്ളൂ. അതാരാ? പത്രോസ് ലീഹ. ആളെടുത്ത് വെട്ടി, അല്ലേ? ഒരാളുടെ ചെവി ഛേദിക്കപ്പെട്ടു. അത്ര തീഷ്ണതയോടുകൂടി നിൽക്കുക. ആരെല്ലാം ഉപേക്ഷിച്ചാലും ഞാൻ നിന്നെ ഉപേക്ഷിക്കുകയില്ല എന്ന് ആവർത്തിച്ച് ആണയിട്ടത് വേറൊരു അപ്പസ്തോലനുമല്ല, അത് പത്രോസ് അപ്പസ്തോലനാണ്. എങ്കിലും പിന്നീട് മറ്റപ്പസ്തോലന്മാരെല്ലാം ഓടിപ്പോയപ്പോഴും യേശുവിനെ എങ്ങനെയെങ്കിലും രക്ഷിക്കുവാൻ സാധിക്കുമോ, അവൻ എന്ത് സംഭവിക്കുമെന്ന് അറിയുന്നതിന് വേണ്ടി യേശുവിൻ്റെ പിന്നാലെ പോയ ശിഷ്യനും പത്രോസ് ലീഹ മാത്രമേ ഉള്ളൂ. അവിടുന്ന് ഉദ്ധാനത്തിന് ശേഷം ആദ്യം പ്രത്യക്ഷപ്പെടുന്നതും പത്രോസ് ലീഹായ്ക്ക് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ആദ്യം അകത്ത് പ്രവേശിക്കുകയും ഉദ്ധാനത്തിൻ്റെ അനുഭവം മഗ്ദലന മറിയത്തോടൊപ്പം
ശിമിയോനും പത്രോസിനും ലഭിക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ സുവിശേഷത്തിൽ പത്രോസ് ലീഹായ്ക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥാനം. നീ പാറയാകുന്നു, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭ സ്ഥാപിക്കുമെന്ന് മറ്റൊരു അപ്പസ്തോലനോടും പറഞ്ഞിട്ടില്ല. അത് പത്രോസ് ലീഹായോടാണ് പറഞ്ഞത്. ഇതാണ് സുവിശേഷത്തിൽ നമുക്ക് കാണുന്ന പത്രോസ്. 12 അപ്പസ്തോലന്മാരിൽ പ്രധാനിയായി സുവിശേഷങ്ങളിലും അപ്പസ്തോല പ്രവർത്തനങ്ങളിലും നാം കാണുന്നത് പത്രോസിനെയാണ്. സെബദിയുടെ പുത്രനായ യാക്കോബിനും യോഹന്നാനുമൊപ്പം ക്രിസ്തുവിന് ഏറ്റവും അടുപ്പമുള്ള ശിഷ്യരിൽ ഒരാളായി പത്രോസിനെ സുവിശേഷങ്ങളിൽ പതിവായി കാണുന്നു. അദ്ദേഹത്തിൻ്റെ സ്വഭാവ സവിശേഷതകൾ കൊണ്ട് കൂടിയാവണം കർത്താവിന് പ്രത്യേകമായ ഒരു താൽപ്പര്യം പത്രോസ് ലീഹായോട് ഉണ്ടായിരുന്നു. നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ് എന്ന പത്രോസിൻ്റെ വാക്കുകൾക്ക് മറുപടിയായി കർത്താവ് പറഞ്ഞ വാക്കുകൾ പ്രശസ്തമാണ്. യോനായുടെ പുത്രനായ ശിമയോനെ, നീ ഭാഗ്യവാൻ. മാംസരക്തങ്ങളല്ല, സ്വർഗസ്ഥനായ എൻ്റെ പിതാവാണ് നിനക്ക് ഇത് വെളിപ്പെടുത്തി തന്നത് എന്നായിരുന്നു അവിടുത്തെ വാക്കുകൾ. തൻ്റെ പരസ്യ ജീവിതത്തിൻ്റെ ആദ്യന്തം ഈശോ ശിമയോൻ പത്രോസുമായി ശക്തമായ ഒരു ബന്ധം കാത്തു സൂക്ഷിച്ചിരുന്നതായി കാണാം. അത് വലിയൊരു തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിരുന്നു. ആ പാറമേലാണ് ക്രിസ്തുവിൻ്റെ സഭ പണിതുയർത്തപ്പെട്ടത്. ഉയർപ്പിക്കപ്പെട്ടതിന് ശേഷം 3-ാം തവണ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ട ഈശോ 3 തവണ ആവർത്തിച്ച് നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് ചോദിക്കുന്നു. പത്രോസ് ഉത്തരം പറഞ്ഞതിനൊപ്പം എൻ്റെ കുഞ്ഞാടുകളെ മേയ്ക്കുക എന്ന് അവിടുന്നും ആവർത്തിക്കുന്നു. തൻ്റെ സഭയുടെ അജപാലകനായി കർത്താവ് പത്രോസിനെ പ്രത്യേകമായി നിയോഗിക്കുന്ന ഭാഗമാണ് അത്. പിതാവേ, ഉദ്ധാനത്തിനു ശേഷം സഭയിൽ വിശുദ്ധ പത്രോസ് ലീഹായ്ക്കുള്ള സ്ഥാനം എന്തായിരുന്നു? അവർ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനം തന്നെ, ഈശോ നൽകിയിരുന്ന അതേ സ്ഥാനം തന്നെ തുടർന്നും അവർ നൽകിയിരുന്നു എന്ന് കാണുവാൻ നമുക്ക് സാധിക്കും. അവർ ഒരുമിച്ച് ഇരുന്നു സെഹിയോൻ ശാലയിൽ. ആത്മാവിൻ്റെ വലിയ കൃപ അവർ നിറഞ്ഞു. പരിശുദ്ധാത്മാവ് കടന്നു വന്ന് സഭയുടെ ആരംഭത്തിൽ തന്നെ അവിടുന്ന് എല്ലാ കൃപയും നൽകി. അവിടുന്ന് അതിനുശേഷം ധീരതയോടുകൂടി സുവിശേഷം പ്രസംഗിച്ചു. ആ പ്രസംഗിക്കുന്നതിൽ ആ സുവിശേഷം പങ്കുവെച്ചത് ആരാണ്? അപ്പസ്തോലനായ പത്രോസാണ്. പത്രോസ് ലീഹ എഴുന്നേറ്റ് നിന്നിട്ടാണ് അവരോട് പറഞ്ഞു, പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ക്രൂശിച്ചു വന്ന യേശു ഉദ്ധാനം ചെയ്തു, ഞങ്ങളത് കണ്ടു, ഞങ്ങളതിന് സാക്ഷികളാണ്. ആദ്യത്തെ പ്രസംഗത്തിൽ തന്നെ എത്ര ആളുകളാണ് അപ്പസ്തോലനോടൊപ്പം ചേർന്നത്? 3000-ഓളം ആളുകളാണ് ആ പ്രസംഗത്തിൽ അപ്പസ്തോലന്മാരോട് ചേർന്നത്. സഭയെ ആദ്യം രൂപീകരിക്കുന്നതിൽ അപ്പസ്തോലനായിരുന്നു പ്രധാനപ്പെട്ട സ്ഥാനമുണ്ടായിരുന്നത്. അപ്പസ്തോലന് എല്ലാ അടയാളങ്ങളിലൂടെയും അത്ഭുതങ്ങളിലൂടെയും ക്രിസ്തുവിൻ്റെ നാമത്തിൽ അവർക്ക് സുവിശേഷം പ്രസംഗിച്ച് അടയാളങ്ങൾ നൽകി. അതിൻ്റെ ഉദാഹരണം നമുക്കറിയാം. ദേവാലയത്തിൻ്റെ മുൻപിലൂടെ പത്രോസ് ലീഹ നടന്നു പോവുകയാണ്. അപ്പോൾ എന്തെങ്കിലും തരണമെന്ന് യാചിച്ചത് ആരാണ്? ഒരു മുടന്തൻ. ഉടനെ പത്രോസ് ലീഹ എന്താണ് പറയുന്നത്? സ്വർണമോ വെള്ളിയോ തരാനില്ല, യേശുവിൻ്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കുക. അപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കുക എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ അടയാളങ്ങളിലൂടെ അത്ഭുതങ്ങളിലൂടെയും വചനം സ്ഥിരീകരിക്കുവാൻ അപ്പസ്തോലന് പ്രധാനപ്പെട്ട സ്ഥാനമുണ്ടായിരുന്നു. ആദിമസഭയിൽ എല്ലാം പങ്കുവെച്ച് കഴിഞ്ഞപ്പോൾ എല്ലാവരും അവരവരുടെ സ്വത്തൊക്കെ വിറ്റ് അപ്പസ്തോലന്മാരുടെ കാൽക്കൽ കൊണ്ടുവരണം. ആരുടെ കാൽക്കലാണ് കൊണ്ടുവന്ന് നൽകിയത്? ശിമയോൻ്റെ. പത്രോസ് ലീഹായുടെ കാൽക്കലാണ് അത്. പീറ്റർ അല്ലേ, പത്രോസ് അല്ലേ? പത്രോസിൻ്റെ കാൽക്കലാണ് അത് നൽകിയത്. അപ്പോൾ അവിടെ നമ്മളൊരു രസകരമായ സംഭവം കാണുന്നില്ലേ? അത് കൊണ്ടുവരാൻ മടിച്ച 2 പേരെ, അനനിയായും സഫീറ. അവർ കള്ളത്തരം കാണിച്ചപ്പോൾ പത്രോസ് ലീഹ ഇടപെട്ട് അവരെ ശാസിക്കുകയും അവർക്ക് അതിൻ്റെ ഫലം എന്താ കിട്ടിയത്? മരണം. അവർ മരിച്ചു പോവുകയാണ് ചെയ്തത്. ഇങ്ങനെ ആദ്യ കാലഘട്ടത്തിൽ തന്നെ നമുക്ക് അപ്പസ്തോലന് ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനം. അത് ജെറൂസലേം കൗൺസിൽ വിളിക്കുമ്പോഴും ആദ്യത്തെ കൗൺസിൽ വിളിക്കുമ്പോഴും തുടർന്നും എല്ലാം പത്രോസ് ലീഹായ്ക്ക് പ്രധാനപ്പെട്ട സ്ഥാനം തുടർന്ന് ഉണ്ടായിരുന്നു എന്ന് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കുവാൻ സാധിക്കും. പിതാവേ, വിശുദ്ധ പത്രോസ് ലീഹായുടെ സുവിശേഷ പ്രഘോഷണ മേഖലകളെക്കുറിച്ചൊന്ന് വ്യക്തമാക്കാമോ? സുവിശേഷ പ്രസംഗത്തെക്കുറിച്ച് ഞാനിപ്പോൾ സൂചിപ്പിച്ചല്ലോ. ഈശോയുടെ മരണശേഷം അപ്പസ്തോലൻ ജെറൂസലമിൽ തന്നെ സുവിശേഷം പ്രസംഗിച്ചു. പ്രധാനമായും ആദ്യം തന്നെ ജെറൂസലമിൽ സുവിശേഷം പ്രസംഗിച്ചു. തുടർന്ന് അപ്പസ്തോലനെ അന്ത്യോക്യയിലേക്ക്,
അന്ത്യോക്യയിൽ സുവിശേഷം പ്രസംഗിച്ച അന്ത്യോക്യയുടെ അപ്പസ്തോലനായിട്ട് പത്രോസ്ലീഹ അറിയപ്പെടുന്നത്. അപ്പം ഒരു ജെറൂസലമിൽ മാത്രമല്ല, ആ പ്രദേശങ്ങളിൽ മുഴുവനും, ഗലീല മുഴുവനും അതിന് പുറത്തേക്കും സുവിശേഷം പ്രസംഗിക്കുവാൻ അപ്പസ്തോലന് സാധിച്ചു. വിജാതീയരെ അപ്പസ്തോലൻ ഇങ്ങോട്ട് സ്വീകരിക്കുന്നത്, വിജാതീയരെ, യഹൂദരെ മാത്രമേ ആദ്യം അവർ ശിഷ്യരാക്കുന്നുണ്ടായിരുന്നുള്ളൂ, ക്രിസ്ത്യാനികളാക്കുന്നുണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഒരു ദർശനമുണ്ടാകുകയാണ്, കൊർണേലിയസിനെ സംബന്ധിച്ചൊരു ദർശനം അപ്പസ്തോലനുണ്ടാകുകയാണ്. ഒരു വല വലിച്ചു കയറ്റുന്ന ഒരു വലിയൊരു ദർശനമുണ്ടായി. അതിൽ എല്ലാത്തരം മത്സ്യങ്ങളും ഉണ്ടായിരുന്നു. ആ ദർശനത്തിൽ അപ്പസ്തോലന് മനസ്സിലാകുകയാണ്, വിജാതീയരായിട്ടുള്ള ആളുകളെയും ഈ സാർവത്രിക സുവിശേഷത്തിലേക്ക്, സാർവത്രിക സ്നേഹത്തിലേക്ക് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നു, വിളിക്കപ്പെട്ടിരിക്കുന്നു എന്ന് അപ്പസ്തോലന് മനസ്സിലായി. അങ്ങനെ അപ്പസ്തോലൻ വിജാതീയരോടും സുവിശേഷം പ്രസംഗിക്കുവാനുള്ള ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നുണ്ട്. പൗലോസ്ലീഹായാണ് അതിന് മുൻനിരയിലേക്ക് കടന്നു വരുന്നതെങ്കിലും അവരെ സ്വീകരിക്കുന്നതിൽ മടിക്കേണ്ട, കൊർണേലിയസിനെ സ്വീകരിക്കുകയാണ് ചെയ്യുന്നത്. അതിനെ മടിക്കേണ്ട എന്നുള്ള വ്യക്തമായ ദർശനം അപ്പസ്തോലന് ലഭിക്കുകയാണ്. അപ്പോൾ അപ്പസ്തോലൻ ജെറൂസലമിൽ മാത്രമല്ല, ഗലീലയിൽ മാത്രമല്ല, അതിന് പുറത്തേക്കും സുവിശേഷം പ്രസംഗിച്ചു. അന്ത്യോക്യയിൽ സുവിശേഷം പ്രസംഗിച്ചതായിട്ട് അവൻ്റെ അപ്പസ്തോലനായിട്ടാണ് അറിയപ്പെടുന്നത്. AD 54 അപ്പസ്തോലൻ റോമിലേക്ക് സുവിശേഷം പ്രസംഗിക്കാൻ വേണ്ടി പോയി. അത് നമ്മെ അത്ഭുതപ്പെടുത്തുന്നതാണ്. റോമിലേക്കാണ്. അപ്പോൾ റോമിൽ സുവിശേഷം പ്രസംഗിക്കാൻ ആ കാലഘട്ടത്തിൽ നാം കണ്ടല്ലോ, AD 30-കളുടെയൊക്കെ മധ്യേ 40-കളുടെ ആരംഭത്തിലൊക്കെ സുവിശേഷം പ്രസംഗിച്ചേ ഉള്ളൂ. അപ്പോൾ ആ സുവിശേഷ പ്രഘോഷണം ആരംഭിച്ചു 40 മുതൽ 50, 10, 15, ഒരു 20 കൊല്ലം സുവിശേഷം പ്രസംഗിച്ചവരെല്ലാവരും സുവിശേഷം പ്രസംഗിച്ചു. അപ്പോഴേക്കും റോമിൽ സഭ ശക്തിപ്പെട്ടു. റോം ആ കാലഘട്ടത്തിലെ സീസർമാരുടെ കേന്ദ്രമായിരുന്നു. റോമായിരുന്നു ഭരണകേന്ദ്രം. അവിടെയൊക്കെ ഭരിച്ചിരുന്നവരായിരുന്നു. അതുകൊണ്ട് ഭരിക്കുവാനുള്ള സഭയുടെ ഭരണസിരാകേന്ദ്രവും റോം ആകണമെന്ന് കർത്താവ് അവർക്ക് വ്യക്തമാക്കി കൊടുക്കുകയാണ്. അതുകൊണ്ടാണ് സഭയുടെ തലവനായ പത്രോസ്ലീഹായെ റോമിലേക്ക് അയക്കുന്നത്. അല്ലെങ്കിൽ മറ്റേതെങ്കിലും അപ്പസ്തോലന്മാർ പോകുമായിരുന്നല്ലോ. അതുകൊണ്ട് ദൈവം എത്ര മനോഹരമായിട്ടാണ് ഈ കാര്യങ്ങൾ പ്രവർത്തിക്കുന്നത്. ജെറൂസലേമിലായിരുന്നു സഭയുടെ തലസ്ഥാനമെങ്കിൽ ജെറൂസലേം AD 70 പൂർണ്ണമായിട്ട് നശിപ്പിക്കപ്പെട്ടു. ആർക്കും അവിടെ പ്രവേശിക്കാൻ പിന്നീട് സാധിക്കുമായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ദൈവം എത്ര മനോഹരമായിട്ട് റോമിലേക്ക് സുവിശേഷം പ്രസംഗിക്കുന്നതിന് വേണ്ടിയിട്ട് അപ്പസ്തോലനെ നിയോഗിച്ചു എന്ന് നമ്മെ അത്ഭുതപ്പെടുത്തുക. റോമിൽ AD 54 അദ്ദേഹം സുവിശേഷ പ്രഘോഷണത്തിന് ആരംഭിച്ചു. റോമിലുള്ള സഭയെ അദ്ദേഹം വളരെയധികം ശക്തിപ്പെടുത്തി. ധാരാളം ആളുകൾ 10 വർഷം അവിടെ സുവിശേഷം പ്രസംഗിച്ചു അപ്പസ്തോലൻ. ആ 10 വർഷത്തിനുള്ളിൽ ധാരാളം ആളുകൾ സഭയിലേക്ക് കടന്നു വന്നു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. ഇപ്പോൾ ജെറൂസലമിലും ഗലീലയിലും മറ്റു പ്രദേശങ്ങളിലും സ്വജാതീയരോടും വിജാതീയരോടും റോമിലും അപ്പസ്തോലൻ സുവിശേഷം പ്രസംഗിച്ച് ക്രിസ്തുവിന് സാക്ഷിയായി തീർന്നു. അപ്പസ്തോല പ്രവർത്തനങ്ങളുടെ 2-ാം അധ്യായത്തിൽ പരിശുദ്ധ അമ്മയ്ക്കൊപ്പം ഒരുമിച്ച് കൂടിയിരുന്ന ശ്ലീഹന്മാരുടെ മേൽ പരിശുദ്ധാത്മാവ് ആവസിക്കുന്ന സംഭവം നാം കാണുന്നു. പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ വലിയ തീഷ്ണതയോടെ സമൂഹത്തിലേക്ക് ഇറങ്ങിയ ശിഷ്യന്മാർ സുവിശേഷം പ്രസംഗിക്കാൻ ആരംഭിച്ചു. അവിടെയും വിശുദ്ധ പത്രോസിൻ്റെ പ്രസംഗം പ്രത്യേകം വിവരിച്ചിരിക്കുന്നു. അനേകായിരങ്ങളോട് പത്രോസ് ആഹ്വാനം ചെയ്യുന്നു, നിങ്ങൾ പശ്ചാത്തപിക്കുവിൻ, പാപമോചനത്തിനായി എല്ലാവരും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനം സ്വീകരിക്കുവിൻ, പരിശുദ്ധാത്മാവിൻ്റെ ദാനം നിങ്ങൾക്ക് ലഭിക്കും. പരിശുദ്ധാത്മാവിൻ്റെ ആഗമനത്തിൻ്റെ ആദ്യ ദിനങ്ങളിൽ തന്നെ നിരവധി അടയാളങ്ങളും അത്ഭുത പ്രവൃത്തികളും പ്രവർത്തിച്ചുകൊണ്ട് സമൂഹമധ്യേ വ്യാപരിച്ച വിശുദ്ധ പത്രോസ് 3 പതിറ്റാണ്ടിലേറെ ആദിമസഭയുടെ നേതൃത്വം വഹിച്ചു. റോമിലും അന്ത്യോക്യയിലും സഭാസമൂഹങ്ങൾ സ്ഥാപിക്കുകയും ശിഷ്യരിലൂടെ അവരെ നയിക്കുകയും ചെയ്തു. തിരുസഭ ആദ്യകാലങ്ങളിൽ കരുത്തോടെ വളർന്നതിനു പിന്നിൽ വിശുദ്ധ പത്രോസിന്റെ തെരഞ്ഞെടുപ്പ് പ്രധാനപ്പെട്ടതായിരുന്നു. പത്രോസ്ലീഹയുടെ മരണം എങ്ങനെയുള്ളതായിരുന്നു? അപ്പസ്തോലൻ്റെ രക്തസാക്ഷിത്വം ഏറ്റവും മഹനീയമായ രക്തസാക്ഷിത്വമാണെന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും. AD 64 അതുവരെ റോമിൽ വലിയ കുഴപ്പമില്ലായിരുന്നു. AD 64 നീറോ ചക്രവർത്തി, അവിടെ ഉണ്ടായിരുന്ന ഒരു അഗ്നിബാധ. നീറോ ചക്രവർത്തി അത്ര മാനസികമായ
സന്തുലിതാവസ്ഥ പാലിച്ചിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് അദ്ദേഹം അവിടെ റോമിലുണ്ടായിരുന്ന ഒരു അഗ്നിബാധ, ഇതിന് കാരണക്കാരൻ ആരെങ്കിലും ആകണ്ടേ? രാജാവാണല്ലോ ഉത്തരവാദി. എന്നാൽ ഇതിനെ കാരണക്കാര് ആരെയാണ് ആക്കിയത്? ക്രിസ്ത്യാനികളാണ് ഇതിന് കാരണക്കാര് എന്ന് കരുതി. അങ്ങനെ ക്രിസ്ത്യാനികൾ കാരണക്കാരാണെന്ന് കരുതിയതുകൊണ്ട് ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുവാൻ, ഒരു ക്രിസ്ത്യാനിനെന്ന് പീഡിപ്പിക്കുവാൻ വേണ്ടി ആരംഭിച്ചു. നീറോ ചക്രവർത്തി ക്രിസ്ത്യാനികളെ ബലമായി പിടിപ്പിച്ച് വധിക്കുന്നതിന് വേണ്ടി ഉള്ള ഉത്തരവിട്ടു. അപ്പോഴേക്കും എല്ലാ ക്രിസ്ത്യാനികളും പതുക്കെ പിൻവലിഞ്ഞു, ഒളിവിലേക്ക് പോയി. അങ്ങനെ ഒളിവിലേക്ക് പോകുന്ന ആ കാലഘട്ടത്തിൽ ധീരതയോടുകൂടി സുവിശേഷം പ്രസംഗിച്ചു. എവിടെയും ഒളിവിൽ പോകാതെ ധൈര്യമായിട്ട് പത്രോസ് അപ്പോസ്തലൻ നിൽക്കുകയാണ്. അപ്പോൾ അവിടെയുള്ള ക്രിസ്ത്യാനികളെല്ലാം ഒരുമിച്ച് തീരുമാനിച്ചു, പത്രോസ് ലീഹായെ നമുക്കെങ്ങനെ ഒളിപ്പിക്കണം. അങ്ങനെയല്ലേ നമ്മൾ കാണുന്നത്, നേതാക്കന്മാരെ എവിടെയെങ്കിലും ഒളിപ്പിക്കുകയല്ലേ ചെയ്യുന്നത്, അങ്ങനെയുള്ള നേതൃത്വം പിടിച്ചുകൊണ്ട് പോകാതിരിക്കുന്നതിന് വേണ്ടി. അങ്ങനെ അവർ തീരുമാനിച്ചു, പത്രോസ് ലീഹ മരിച്ചാൽ തങ്ങളുടെ എല്ലാം ചിതറിക്കപ്പെടും, ഇവിടെ വിശ്വാസം ശക്തിപ്പെടുകയില്ല എന്ന് കരുതിയിട്ട് അവർ പത്രോസ് സ്ലീഹായെ നിർബന്ധിച്ച് റോമിന് പുറത്തേക്ക് കൊണ്ടുപോയി. ഇങ്ങനെ വിശുദ്ധ അംബ്രോസിൻ്റെ പ്രസംഗത്തിൽ, വിശുദ്ധ അംബ്രോസ് വേദപാരംഗതനാണ്, വിശുദ്ധ അംബ്രോസിൻ്റെ പ്രസംഗത്തിൽ ഒരു സംഭവം എഴുതിയിട്ടുള്ളത് നമുക്ക് കാണുവാൻ സാധിക്കും. അത് ഈ പുറത്തേക്ക്, റോമിന് പുറത്തേക്ക് വിശുദ്ധ പത്രോസ് ലീഹ പോകുകയാണ് ഇവിടെ നിന്ന്. അപ്പോൾ എതിരെ ഒരാൾ വരുന്നു. ആ വരുന്ന ആരായിരുന്നു എന്നറിയാമോ? ഈശോ. അപ്പോൾ ഈശോയോട് പത്രോസ് ലീഹ ചോദിച്ചു, കോ വാദിസ്. അത് വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു പുസ്തകം തന്നെയുണ്ട് അതിൻ്റെ പേരിൽ, കോ വാദിസ്. നീ എവിടെ പോകുന്നു എന്നൊരു ചോദ്യം ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഞാൻ റോമിലേക്ക് പോകുന്നു, റോമിൽ രണ്ടാമതൊരിക്കൽ കൂടി കുരിശുമരണത്തിന് പോകുന്നു. അതായിരുന്നു യേശുവിൻ്റെ മറുപടി. പത്രോസ് ലീഹായ്ക്ക് ആ ദർശനത്തിൻ്റെ അർത്ഥം പൂർണ്ണമായിട്ട് മനസ്സിലാകുകയാണ്. പത്രോസ് ലീഹ ഉടൻ തന്നെ റോമിലേക്ക് തിരികെ വരികയും ധീരതയോടുകൂടി സുവിശേഷം പ്രസംഗിച്ചു. പത്രോസ് ലീഹായെ നീറോ ചക്രവർത്തിയുടെ പട്ടാളക്കാർ അറസ്റ്റ് ചെയ്തു. അറസ്റ്റ് ചെയ്തതിന് ശേഷം കുരിശിൽ തറച്ചു കൊന്നു. വിശുദ്ധ ഒരിജനും തെർത്തുല്യനും അതുപോലെയുള്ള സഭാപിതാക്കന്മാർ പറയുന്നത്, വിശുദ്ധ പത്രോസ് ലീഹായെ തല കീഴായിട്ട് കുരിശിൽ തറച്ചു എന്നാണ്. കുരിശ് തല കീഴായിട്ട് നിർത്തി കുരിശിൽ തറച്ച് കൊന്നു എന്നാണ് വിശ്വസിക്കുന്നതെന്ന് അവരുടെ എഴുത്തുകളിൽ നിന്ന് കാണുവാൻ സാധിക്കും. എങ്ങനെയാണെങ്കിലും തൻ്റെ ഗുരുനാഥൻ വരിച്ച അതേ രീതിയിലുള്ള രക്തസാക്ഷിത്വം സ്വന്തമാക്കുവാനുള്ള വലിയ ഭാഗ്യം വിശുദ്ധ പത്രോസിന് ലഭിക്കുകയാണ്. തുടർന്ന് അദ്ദേഹത്തിൻ്റെ മൃതദേഹം അവിടെ ശ്മശാനത്തിൽ സംസ്കരിച്ചു. തൊട്ടടുത്തുള്ള ശ്മശാനത്തിൽ, റോമിന് പ്രധാന കേന്ദ്രത്തിന് പുറത്തുള്ള ശ്മശാനത്തിൽ സംസ്കരിച്ചു. ആ ശ്മശാനത്തിൻ്റെ മുകളിലാണ് ഇപ്പോഴുള്ള സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്ക. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായത്തിൽ ഈശോ പത്രോസിന്റെ മരണം എപ്രകാരമായിരിക്കും എന്നതിനുള്ള സൂചനകൾ നൽകുന്നുണ്ട്. പ്രായമാകുമ്പോൾ നീ നിന്റെ കൈകൾ നീട്ടുകയും മറ്റൊരുവൻ നിന്റെ അരമുറുക്കുകയും നീ ആഗ്രഹിക്കാത്തിടത്തേക്ക് കൊണ്ടുപോവുകയും ചെയ്യും എന്ന അവിടുത്തെ വാക്കുകൾ ഏതുവിധത്തിലുള്ള മരണത്താൽ പത്രോസ് ദൈവത്തെ മഹത്വപ്പെടുത്തും എന്നതിൻ്റെ സൂചനയാണെന്ന് സുവിശേഷം സാക്ഷ്യപ്പെടുത്തുന്നു. നിരവധി സഭാപിതാക്കന്മാരും ചരിത്രകാരന്മാരും പത്രോസിന്റെ രക്തസാക്ഷിത്വത്തെക്കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. തെർത്തുല്യൻ, ഒരിജൻ, അലക്സാണ്ട്രിയയിലെ മെത്രാനായിരുന്ന പീറ്റർ, വിശുദ്ധ ജെറോം തുടങ്ങിയവർ അവരിൽ ചിലരാണ്. AD 37 മുതൽ 68 വരെ റോമൻ ചക്രവർത്തിയായിരുന്ന നീറോ വിശുദ്ധ പത്രോസിനെ കുരിശിൽ തറച്ചു വധിച്ചതായി ചരിത്രം പറയുന്നു. തലകീഴായി കുരിശിൽ തറയ്ക്കപ്പെട്ട് രക്തസാക്ഷിത്വം വരിച്ച പത്രോസിന്റെ ഭൗതിക ശരീരം റോമിൽ സംസ്കരിച്ചു. വിശുദ്ധ പത്രോസിൻ്റെ രക്തസാക്ഷിത്വം സഭയ്ക്ക് വലിയ കരുത്താണ് നൽകിയത്. ഓരോ രക്തസാക്ഷിയുടെയും ജീവിതം എത്ര ശക്തി നൽകുന്നുണ്ട്. ആ രക്തസാക്ഷിത്വത്തിൽ നമുക്ക് ഒരു അപമാനവുമില്ല, നമുക്കൊരു നിരാശയും പാടില്ല. രക്തസാക്ഷികൾ ഉണ്ടാകുമ്പോൾ നമുക്ക് ദുഃഖം തോന്നും. ദൈവം എന്തുകൊണ്ട് ഇത്തരം രക്തസാക്ഷിത്വം നമുക്ക് അനുവദിക്കുന്നു? അതിന് ഏറ്റവും ഉത്തമ ഉദാഹരണമാണ് രക്തസാക്ഷിത്വത്തിന് ഒരു വിത്താണ്. ആ വിത്തിലാണ്
സഭ വളരുക, പടർന്ന് പന്തലിക്കുക. അതിൻ്റെ ഉദാഹരണമാണ് വിശുദ്ധ പത്രോസിൻ്റെ രക്തസാക്ഷിത്വം. അദ്ദേഹം രക്തസാക്ഷിയായി. തുടർന്ന് സഭ AD 313 വരെ, 64 ആരംഭിച്ച മതമർദ്ദനം 313 വരെ 17 ചക്രവർത്തിമാർ തുടരെ സഭയെ പീഡിപ്പിച്ചു. സഭയ്ക്ക് ഒന്നും സംഭവിച്ചില്ല എന്ന് മാത്രമല്ല, റോം സഭയുടെ കേന്ദ്രമായി. റോമിലുള്ള എല്ലാവരും തന്നെ ക്രിസ്ത്യാനികളായി തീർന്നു. ചക്രവർത്തിയുടെ മാതാവും പ്രിയപ്പെട്ടവരും എല്ലാം കത്തോലിക്ക ക്രിസ്ത്യാനികളായി തീർന്നു. എത്രയോ അത്ഭുതകരമാണ്. വിശുദ്ധ പത്രോസിൻ്റെ രക്തസാക്ഷിത്വം വലിയ നന്മയാണ്, വളർച്ചയാണ് സഭയ്ക്ക് നൽകിയത്. അതുകൊണ്ട് ധീരനായ രക്തസാക്ഷി അർഹിക്കുന്ന മരണം സ്വന്തമാക്കി യേശുവിനെ പോലെ തന്നെ ആ പീഡാസഹനത്തോട് ചേരാൻ വിശുദ്ധന് സാധിച്ചു എന്നുള്ളത് നമുക്ക് അഭിമാനത്തോടു കൂടി ഓർക്കാം, ആഹ്ലാദത്തോടു കൂടി ഓർക്കാം. വിശുദ്ധ പത്രോസിന്റെ നേതൃത്വവും രക്തസാക്ഷിത്വവും ആദിമസഭയ്ക്ക് നൽകിയ ഊർജം വലുതാണ്. ആദ്യ ശിഷ്യനായും ആദ്യത്തെ മാർപ്പാപ്പയുമായുള്ള അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പ് വലിയൊരു ദൈവിക പദ്ധതിയുടെ ഭാഗം തന്നെയായിരുന്നു എന്ന് നിശ്ചയം. ക്രിസ്തുവിനോടുള്ള അദ്ദേഹത്തിൻ്റെ അളവറ്റ സ്നേഹവും സഭയോടുള്ള തീഷ്ണതയും മാതൃകാപരമാണ്. നരകശക്തികൾക്കെതിരെ ക്രിസ്തു പണിത ഈ കോട്ടവാതിൽ എക്കാലവും ക്രിസ്ത്യാനികൾക്ക് മാധ്യസ്ഥവുമാണ്. വിശുദ്ധ പത്രോസ് സഭയുടെ തലവൻ, സഭയുടെ അടിത്തറ, എല്ലാറ്റിൻ്റെയും മാതൃക, രക്തസാക്ഷികളുടെ രക്തസാക്ഷി എന്നറിയപ്പെടുന്ന വിശുദ്ധൻ നമുക്ക് അഭിമാനമാണ്, നമുക്ക് ആവേശമാണ്, നമുക്ക് ചൈതന്യമാണ്. ധീരതയോടുകൂടി വിശ്വാസം നയിക്കുവാൻ, വിശ്വാസത്തിൽ ആഴപ്പെടുവാൻ, വിശ്വാസം പ്രഘോഷിക്കുവാൻ, അനുദിന ജീവിതത്തിൽ ഞാൻ ഒരു ഉത്തമ ക്രിസ്ത്യാനിയാണെന്ന് ആരുടെയും മുമ്പിൽ തല ഉയർത്തി നിന്ന് പ്രഘോഷിക്കുവാൻ വിശുദ്ധൻ്റെ രക്തസാക്ഷിത്വം, സമർപ്പണം നമുക്ക് കഴിയട്ടെ എന്ന് ഈ അവസരത്തിൽ പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ അനുദിന ജീവിതത്തിൽ പ്രതിസന്ധികൾ നമ്മെ തളർത്തുമ്പോൾ അപ്പസ്തോലൻ്റെ രക്തസാക്ഷിത്വം, ധീരമായ മരണം നമുക്ക് ചൈതന്യം, ആവേശം നകരട്ടെ, ധൈര്യം നൽകട്ടെ, കരുത്ത് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. വിശുദ്ധ പത്രോസ് അപ്പസ്തോലൻ്റെ അനുഗ്രഹം ഏവർക്കും ലഭിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. രക്തസാക്ഷിത്വം ക്രിസ്തു മാർഗചരിച്ചോരനേക നിണമണിഞ്ഞ കാലടിപ്പാടുകൾ നൽകി നമുക്കായൊരു ദർശനം. രക്തമൊഴുക്കിയ കാലടിപ്പാടുകൾ പകർന്നു ലോകത്തിൽ മാതൃക. രക്തമൊഴുക്കിയ കാലടിപ്പാടുകൾ പകർന്നു ലോകത്തിൽ മാതൃക. നടന്നു നീങ്ങണം, ഏറ്റെടുക്കണം നിണമണിഞ്ഞ ഈ കാലടിപ്പാടുകൾ. പറന്നുയരണം, വിജയിയാകണം, രക്തസാക്ഷിത്വം ഹൃദയവരിക്കണം. രക്തമൊഴുക്കി അവൻ വളർത്തിയ തിരുസഭ വീണ്ടും വളർന്നുയരണം. തിരുസഭ വീണ്ടും